അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബിൽ യസർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്ഉ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദം വഅഊദു ബിക മിനത് തറദ്ദി വഅഊദു ബിക മിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറം വഅഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത് വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറ വഅഊദു ബിക അൻ അമൂത ലദീഗ. അബുൽ യസർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുവേ, കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനടിയിൽപ്പെട്ട് മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഉയരത്തിൽ നിന്ന് വീണ് മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. മുങ്ങി മരിക്കുന്നതിൽ നിന്നും, തീയിൽ കരിഞ്ഞ് മരിക്കുന്നതിൽ നിന്നും, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. മരണസമയത്ത് ശൈത്വാൻ എന്നെ പിടികൂടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നിന്റെ മാർഗത്തിലായിരിക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും ആ സമയത്ത് മരണപ്പെടുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വിഷജീവികളുടെ കടിയേറ്റ് മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അബുൽ യസർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ചേർത്ത ഒരു ഹദീസാണ് ഇത്. 7 തരം മരണങ്ങളിൽ നിന്നും പടുവാർദ്ധക്യത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ രക്ഷ തേടിയ ഹദീസ്. പടുവാർദ്ധക്യം മനുഷ്യനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ വേറെ ഒരു തലമാണ്. കുട്ടികളെപ്പോലെ എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ആശ്രയത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്ന കാലമാണ് പടുവാർദ്ധക്യം. പടുവാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഭയം തേടുമായിരുന്നു. ഈ ഹദീസിൽ പറഞ്ഞ 7 തരം മരണങ്ങളിൽ 5 തരം മരണങ്ങൾ ദുരന്തങ്ങളായി പ്രതീക്ഷിക്കാതെ മനുഷ്യന് സംഭവിക്കുന്നവയാണ്. അതിലൊന്ന് കെട്ടിടം ഇടിഞ്ഞു വീണ് അതിൽപ്പെട്ട് മരിക്കലാണ്. രണ്ടാമത്തേത് ഉയരത്തിൽ നിന്ന് വീണ് മരിക്കലാണ്. മൂന്നാമത്തേത് മുങ്ങി മരിക്കലാണ്. നാലാമത്തേത് തീയിൽ കരിഞ്ഞ് മരിക്കലാണ്. അഞ്ചാമത്തേത് വിഷജീവികളുടെ കടിയേറ്റ് മരിക്കലാണ്. മനുഷ്യരുടെ അശ്രദ്ധ കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ എഴുതി വച്ചത് കൊണ്ടോ ഒക്കെ ഇത്തരം മരണങ്ങളിലേക്ക് എത്താം. ശ്രദ്ധ വേണ്ടത്ര എല്ലാ വിഷയത്തിലും പുലർത്തണം. വിഷജീവികളെക്കുറിച്ച് ജാഗ്രതയുണ്ടാകണം. അതുപോലെ തന്നെ ഉയരങ്ങളിൽ കയറുമ്പോൾ ജാഗ്രതയുണ്ടാവണം. വെള്ളത്തിലിറങ്ങുമ്പോൾ ജാഗ്രതയുണ്ടാകണം. തീയിനോട് അടുക്കുമ്പോൾ ജാഗ്രതയുണ്ടാവണം. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ മരണം സംഭവിക്കുന്നതിൽ നിന്നും നാം കാവൽ തേടേണ്ടതുണ്ട് അള്ളാഹുവോട്. അള്ളാഹുവിനെ നമ്മെ എപ്പോഴും രക്ഷിക്കാനും അള്ളാഹുവിന് മാത്രമേ നമുക്ക് അഭയം നൽകാനും സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം മരണങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ രക്ഷ തേടുമായിരുന്നു. ഇതിൽ പറയപ്പെട്ട മറ്റു 2 തരം മരണങ്ങൾ പിശാച് പിടികൂടിയ അവസ്ഥയിൽ മരിക്കുക എന്നതാണ്. ഈമാനോടുകൂടി സ്വർഗമുറപ്പാക്കി മരിക്കാനാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. പിശാച് ബാധയേറ്റ് അവസാനം പിശാചിന് കീഴ്പ്പെട്ട് മരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈമാനോടുകൂടിയ മരണമാണ് ഉണ്ടാവേണ്ടത്. അതിനെതിരാകുന്ന മരണമാണ് പിശാച് പിടികൂടിയിട്ടുള്ള മരണം. മരണസമയത്ത് പിശാച് പിടികൂടുന്ന സാഹചര്യം ഇല്ലാതാകാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വല്ലാതെ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായ അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെയാണ് മരണപ്പെടേണ്ടത്. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ അത് സ്വർഗത്തിൽ നിന്നുള്ള തിരിഞ്ഞോട്ടമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് കൊണ്ടിരിക്കെ മരിക്കാനാണ് ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്. അതല്ലാത്ത മരണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുമ്പോഴുള്ള മരണം, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഹദീസിൽ രക്ഷ തേടുന്നുണ്ട്. പ്രവാചകൻ അഭയം തേടി രക്ഷ തേടിയ എല്ലാറ്റിൽ നിന്നും നമ്മളും രക്ഷ തേടുക.
പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും കാത്ത് രക്ഷിക്കുമാറാവട്ടെ.